ഗൈസ്, വെൽക്കം ബാക്ക് ടു റേസ് ആഫ്റ്റർ ഗെയിമിങ്. ഞാനിന്ന് ഫേസ് ക്യാമിൻ്റെ അകത്ത് ഒരു കാര്യമില്ല, വെറുതെ ഫേസ് ക്യാമില്ല ഉണ്ടാക്കിയതാണ്. ഫേസ് ക്യാമിന്ന് ഇപ്പോൾ രാത്രിയല്ല, അപ്പോൾ RGB ലൈറ്റ് ഇടണ്ടെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ നമ്മളത് ഫേസ് ക്യാമറ ഇടില്ല. അപ്പം നമ്മൾ കയറിയപ്പോൾ തന്നെ 160K ഇത്ര നമ്മളെ FK ചെയ്തത്. നമ്മളെ FK ഒന്നും ചെയ്തില്ല, എനിക്ക് ഓർമ്മയില്ല. ലാസ്റ്റ് വീഡിയോ ഞാൻ ഓണാക്കി വെച്ച ഫോൺ എനിക്ക് ഓർമ്മയില്ല. എന്തൊക്കെയായാലും നമുക്ക് ഞാനൊരു കാര്യം കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഒരു OB ഒക്കെ ഉണ്ടെന്ന്, ട്രോഫി OB. അപ്പോൾ ഞാൻ 2 ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് വെറുതെ ഇട്ടേക്കാണ്. 2 ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് ഒരു ട്രോഫിയുടെ അത് കാണുമ്പോൾ അയ്യോ 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 ട്രോഫിയുടെ അതിക്ക് പോയാൽ നമുക്ക് പൈസ കിട്ടുമെന്നാണ് പറയണത്. എത്ര പൈസയൊന്നും എനിക്കറിയില്ല. അവർ പറഞ്ഞിരിക്കണത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല പൈസ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾക്ക് അവിടെ വരെ ഓടിച്ചു പോവാം. അയ്യോ എൻ്റെ പൊന്നോ, പറന്നു പോവാം ബോട്ടിൽ. ഓക്കെ, നമ്മൾ ബോട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ ഗോൾഫ് കാർട്ടൊക്കെ ഇട്ട് പോകും. അതിനെക്കാട്ടും വേറെ ഓടിപ്പോണമെന്ന് ഞാൻ വിചാരിച്ചു. ഗോൾഫ് കാർട്ടൊന്നും അത്ര അതായിട്ട് പോകണമെങ്കിൽ നമുക്ക് ഓടിപ്പോവാം. ഇവിടെ ട്രോഫിയുടെ ചിഹ്നം കാണിക്കുന്നതാണ് പറയുന്നത്. ഇതിലൂടെ എനിക്ക് ട്രോഫിയുടെ ചിഹ്നം കാണാനില്ല. പെട്ടെന്ന് നമ്മുടെ ജെറ്റ്സ്കി ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല ജെറ്റ്സ്കി നമ്മൾ വാങ്ങിയോ. ഫിഷിംഗ് ബോട്ട് ഇവിടെ ഇല്ലല്ലോ ജെറ്റ്സ്കി, ഇവിടെ തന്നെയാണല്ലോ. സ്പീഡ് ബോട്ട്, ജെറ്റ്സ്കി. എൻ്റെ എനിക്ക് പൈസയില്ല എൻ്റെ എല്ലാ പൈസയും ഞാൻ സ്പീഡ് ബോട്ട്. ഓക്കെ, സ്പീഡ് ബോട്ട് കൊണ്ടുപോകാം. നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ ഞാൻ പറയാം. ഞാൻ ഡോണ്ട് മൈൻഡ്. ഇത് ലൂഫിയുടെ സ്കിൻ ആക്കിയതാണ്, ഫ്രീ ആയിട്ട് ആക്കിയതാണ്. ആ ട്രോഫിയുടെ ഫ്രണ്ടിൽ കാണാൻ ട്രോഫിയാണെന്ന് തോന്നുന്നത്. അവിടേക്ക് എത്തിയിട്ട് കാണാം. നമ്മളവിടെ എത്തിയതാണ് തോന്നുന്നത്, കാരണം ട്രോഫിയുടെ ചിഹ്നം പോയി. അപ്പം നമ്മളവിടെ എത്തിയെന്നാണെങ്കിലും നിൽക്കുമ്പോൾ അയ്യോ 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 ഞാൻ പ്രതീക്ഷിച്ചു പോയ പാടുള്ളത്തേക്ക്. ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് തന്നെയാണ്. പക്ഷേ ഇതൊരു ഓബിയാന്നൊക്കെയാണ് പറയുന്ന ആൾക്കാർ. അപ്പോൾ നമുക്കിവിടെ സ്പീഡ് ബോട്ട് ഇവിടെ ഇടാം. ലൂഫിയുടെ സ്കിൻ അയ്യോ ഇതല്ലല്ലോ, ഇവിടെ അല്ലല്ലോ ഇടുന്നുണ്ട്. ഇതൊന്നല്ല. അയ്യോ പാസഞ്ചേഴ്സ് ഇതല്ലേ സ്പീഡ് ബോട്ടിൽ ഇവിടെ തുടങ്ങാതെ ഇവിടെ തന്നെ. ഇവിടെ എനിക്കൊരു കാര്യം കാണാൻ നോക്കുന്നു. ഇവിടെ എത്തുമ്പോൾ തുടങ്ങുന്നതാണ് എനിക്ക് ഓർമ്മയില്ല. അയ്യോ 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 സ്പീഡ് ബോട്ട് പോയാൽ പിന്നെ ഞാൻ ഇവിടേക്ക് എത്തും. ബോട്ട് ഇവിടെ വെക്കാം. ബോട്ടേ പോലെ അയ്യോ ബോട്ട് പോയി. കുഴപ്പമില്ല, ബോട്ട് പോയാലും കുഴപ്പമില്ല, നമുക്ക് സ്പോൺ ചെയ്യാം. അവിടെ ചത്ത സ്പോണാവല്ലോ. ഓക്കെ, തുടങ്ങാം. ഇത് തന്നെയാണ് തുടക്കം. എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയായാലും. അയ്യോ ഇതല്ലാന്നോട്ടെ എനിക്ക് തോന്നുന്നു. ഞാൻ വീണു. ഇതെങ്ങനെ തുടങ്ങാം? ഇതന്നെയല്ലേ സ്ഥലം? വേറെ വല്ല ട്രോഫി ഇവിടെ ഇന്നില്ലല്ലോ. ഇതന്നെയായിരിക്കും സ്ഥലം. ഇതന്നെയാണ്. ബട്ട് എവിടുന്ന് തുടങ്ങി? ഇതന്നെയല്ലേ സ്ഥലം? അറിയില്ലല്ലേ. ഇവിടെ പോകുന്ന ഇതിനെയാണ്. ഇത് ഈസി ഹോബി. ടവർ ഓഫ് എല്ലാം 5, 6, 8, 10 വട്ടം 20 വട്ടം ജയിച്ച ആൾക്കാണ് ഇതൊക്കെ ആടും. ഇവിടെ അടുത്തതുണ്ട്, മനസ്സിലാവില്ല. ചാടണം. കാരണം എനിക്ക് പൈസ ഒന്നും കിട്ടിയില്ല. ഒരു സ്റ്റേജിലും പൈസ കിട്ടുന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ചത്തു നോക്കട്ടെ. ഇതല്ല തുടക്കം, അപ്പുറത്തെ തുടക്കം. അപ്പുറത്തെ തുടക്കം. വെറുതെ ഇല്ല. പിന്നെ അപ്പുറത്തേക്ക് പോകണം. ഞാൻ വെച്ചത് തിന്നൊന്ന് നോക്കാം. നീ നോക്കാൻ നൂപാണ് കേസ്. ഞാൻ പണ്ട് എപ്പോഴോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് കളിക്കുന്നത്. പിന്നെ റോബോട്ട്സ് അല്ല, ഈ സൈക്കോൺ ഞാൻ സൈക്കോൺ പറയും. എന്തോരം പോവാനുണ്ടായി. മലത്തിക്കടുത്ത് ചാടി. ഇവിടെ എത്തി. എന്ത് കഷ്ടമാണ്. ഓടി ഞാൻ ബോർഡിപ്പിക്കണില്ല. ഞാൻ അവിടെ എത്തി. പക്ഷെ ഞാൻ വീണ്ടും ഇവിടെ എത്തി. മനസ്സിലാവണില്ല ഇതെങ്ങനെ തുടങ്ങാ. അപ്പുറത്ത് കാണണ്ടല്ലോ എനിക്ക് ഒരെണ്ണം. ദൂരെ നിങ്ങൾ കണ്ടത്
അവിടെയാണ് ഉറക്കം ഗൈസ്. ഞാൻ പൊട്ടത്തരം കാണിച്ചത്. ഗ്രാഫിക്സ് നോക്കി വെള്ളത്തിൻ്റെ സീൻ ഗ്രാഫിക്സ് GTA 5 കാട്ടുണ്ടെന്ന് ഗ്രാഫിക്സ്. ഈ ഗെയിമിനല്ല, വെള്ളത്തിന് മാത്രം. വെള്ളത്തിന് GTA 5 ഭയങ്കര കുറവാണെന്നാണ് കേട്ടത്. ഞാൻ കളിച്ചിട്ടൊന്നുമില്ല. കളിക്കാൻ എനിക്കൊരു മൊബൈലുള്ളൂ ഗൈസ്, നോ ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടർ. ഓക്കെ, നമുക്ക് അതാ കണ്ട് നമുക്ക് തുടങ്ങാം. അവിടെ എന്തോ ഒരു കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഓറ പോലെ. ആ ചെക്ക് പോയിൻ്റ് ഒരു ഓറ പോലെ ഓറ. ഓക്കെ, OB ഐസ്ലാൻഡ് ഐലൻഡ് വാങ്ങിക്കും ഐലാൻഡ്. ഓക്കെ, നമ്മളിത് ഫിനിഷ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് എൻ്റെ പൊന്നെ കണ്ട ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എന്തോന്ന് എന്തൊട്ടത് ഇന്നലെ സംഭവിച്ചില്ലത്. ഓക്കെ, നമുക്ക് 200K പൈസ കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞ കേട്ടത്. അടിക്കേ 10,000K ആൾക്ക്. പിന്നെ ആളെ ഞാൻ ഫിനിഷ് ചെയ്തതായോണ്ട്. അയ്യോ, ഇതെന്തോന്നാ എൻ്റെ തലയ്ക്ക് ഒടിഞ്ഞ് നുറുങ്ങി. ഞാൻ നൂപ്പല്ല കഴിച്ചു. ഞാൻ ഈ ഗെയിമിന് മാത്രം നോക്ക്. ഞാൻ സ്പീഡ് ചെയ്യണില്ല. ഞാൻ പതുക്കും പോണില്ല. ഞാൻ ഏവറേജ് സ്പീഡ് ചെയ്യാം. ഓക്കെ, പ്രോണസ് ഓണാക്കാം ഗൈസ്. പ്രോണസ് ഞാൻ നൂപ്പല്ല കഴിച്ചു. ചാടിപ്പോയ നമുക്ക് പതുക്കെ പോയാൽ നമുക്ക് ബോറടിക്കുക. അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ ഭാഗങ്ങൾ തന്നെ കട്ട് ചെയ്യാൻ പോണില്ല. ഈസിയാണോ ഇത്? ഇതുപോലത്തെ സാധനം റിയൽ ലൈഫിൽ ഐഷോ സ്പീഡ് ഇങ്ങനെ ചെയ്തത് മിസ്റ്റർ ബിസിനസ് ചലഞ്ചിൽ. ഗെയിമിന് ഭയങ്കര ഈസിയാണ്, റിയൽ ലൈഫിൽ ഭയങ്കര ഹാർഡാന്ന് പറയണത്. അവിടെ ഞാൻ ഇങ്ങനെ കത്തയിൽ എൻ്റെ പൊന്നു എൻ്റെ തലനുള്ളിൽ കുടുങ്ങി. എൻ്റെ പൊന്നു. ഓക്കെ, 200K മൊത്തത്തിൽ കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അവർ പറഞ്ഞു 200K മൊത്തത്തിൽ കിട്ടും. കാരണം എനിക്ക് 113K ആയിരുന്നു. നമുക്ക് 213 ആവുമോ നോക്കാം. അല്ല, 313 ആവുമോ നോക്കാം. മാറ്റിംഗ് നോട്ട് മാറ്റിംഗ്. ബട്ട് ആളുടെ ഞാൻ നോക്കിയപ്പോൾ 400K 600K ആയല്ലോ. അതിങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ ഞാൻ നൂബായതുകൊണ്ടാണോ, അതോ ആൾ പ്രോ ആയതുകൊണ്ടാണോ, അതോ എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണോ, എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് ആളെ ഫിനിഷ് ചെയ്തുണ്ടായി. 48 മില്യൺ പൈസ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആൾക്ക് 200K കിട്ടി. അപ്പോൾ ആൾക്ക് 200K ഒന്നുമല്ല. ആൾക്കപ്പോൾ 200K ഒക്കെ ഒന്നുമില്ല. ആൾക്ക് 48 മില്യണൊക്കെ ഉണ്ട്. ഇതിൽ റോബോട്ട്സ് കൊടുത്ത് പൈസ ഒക്കെ വാങ്ങാം. പക്ഷേ എനിക്ക് റോബോട്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. 6 മില്യണൊക്കെ കിട്ടുള്ളൂ. 25K എന്തിനാണ് ആൾക്കാർ റോബോട്ട്സ് കൊടുക്കുന്നത്? ഒരു 10 മിനിറ്റ് ആഴത്തേക്ക്, 10 മിനിറ്റ് അല്ല 5 മിനിറ്റ് ആഴത്തേക്ക് AFK. എനിക്ക് 5 മിനിറ്റ് പോലും വേണ്ട, എനിക്ക് 2 മിനിറ്റ് മതി. AFK പോയാൽ എനിക്ക് കിട്ടും. കൂടാതെ 100K ഒക്കെ എന്തിനാടോ? എനിക്കിപ്പോൾ എത്തന്നെ 200K ആയി ഗൈസ്. എൻ്റെ പൊന്നു, ഇത് എന്തത്? ഞാൻ എൻ്റെ പൊന്നു ചത്തുപോയി എടുക്കാൻ. ലൂഫിയുടെ ആപ്സ് എണ്ണങ്ങട്ട്. എൻ്റെ പൊന്നു, ഞാൻ എത്ര നൂബാണോ? ഞാൻ നൂബല്ല ഗൈസ്. ടവർ ഓഫ് ഫെല്ലൊക്കെ നല്ല സീനായിട്ട് ചെയ്യണം. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ എന്തിങ്ങനെ കുറേ നാളെ കൂടെ റോബ്ലോക്സ് കളിച്ച്. നമ്മൾ കൂടുതൽ FC മൊബൈലും FF ആണ് കളിക്കാറ്. ടവർ ഓഫ് ഫെല്ലും കുറേ നാളെ കളിച്ചത്. ഇതിനൊക്കെ ഞാൻ ചത്തം റിയലി. ഇതിക്കൂടി ചാടിക്കിടന്നാ പോലെ. ശരി, ചീറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല ഗൈസ്. കണ്ടാ, ചീറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. നമുക്ക് ചാടി തന്നെ പോകണം. ഇതൊക്കെ ഈസി. എൻ്റെ പൊന്നോ, ഇതെന്തോന്നിത്? നമ്മളെ ബോർഡ് കട്ട് ചെയ്തു. ഞാൻ ചെയ്യണ പോലെ കട്ട് ചെയ്തു. ഓക്കെ, കട്ട് ചെയ്ത് അപ്പം തന്നെ ഫസ്റ്റ് ആയിരുന്നു ഫിനിഷ്. എനിക്കൊന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ നെർവസ് ആയിട്ട് വന്നതാണ്, എനിക്ക് അറിയില്ല. ഓക്കെ, ഇതൊരു ഐഡിയ ഉണ്ട്. ഇതല്ല, ഞാൻ പണ്ട് പഠിച്ചതുണ്ട്. പണ്ട് എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞത്. ഓക്കെ, ഇത് ഫ്രണ്ട് പറഞ്ഞ തന്നെയാണ് കണ്ടുപോയി. പിന്നെ അതൊന്നുകൂടി മാസ്റ്റർ ചെയ്തു. ഇതന്നെ
നടു നടുക്കിൽ വീട് നല്ല ലോങ്ങാവും. എന്തോന്നെ ക്യാരക്ടറിന് സംഭവിച്ചെന്ന് മനസ്സിലാവില്ല. ഒരുമാതിരി വട്ടം കറങ്ങിയപ്പോൾ ചാവുകയാളും. എന്തോന്നത് ആ സ്റ്റേജ് ഫിനിഷ് ചെയ്തപ്പോൾ അതിന് വട്ടം കറങ്ങി നിർത്തിയത്. ഒരുമാതിരി ഹെലികോപ്റ്ററിന് പോലെ പോയി. വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഇത്ര ഈസിയുള്ള സാധനം വരെ വരുന്നു. എന്താ അറിയില്ല, എൻ്റെ ക്യാമറ ഒന്നും അത്ര സെൻസിറ്റിവിറ്റി കുറഞ്ഞ പോലെ ഈ മാറ്റിരി കളിക്കണം. ഇതൊക്കെ ഭയങ്കര ഈസി. അതൊക്കെ ആ ചെയ്ത് ഞാൻ തപ്പനാണ്. എന്ത് നോബിൻ്റെ എന്താ അറിയില്ല. എനിക്ക് ഈ ഗെയിമിൽ മാത്രമേ അപ്പോൾ ടവർ ഓഫ് ഹെല്ലൊക്കെ വേണമെങ്കിൽ അടുത്ത് വീഡിയോ ഇടാം. അതിലൊക്കെ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ആ മനസ്സിലായി. ഷിഫ്റ്റ് ലോക്കില്ലേ, ഷിഫ്റ്റ് ലോക്ക് ലാപ്ടോപ്പിനുണ്ടോയെന്ന് അറിയില്ല. അവർക്ക് ഓരോ ഷിഫ്റ്റ് ഇട്ടാൽ ലോക്കാവും. ബട്ട് നമ്മൾക്ക് ബട്ടൺ ഉണ്ടെങ്കിലേ ലോക്കാവും. എന്തുവാണ് റാങ്ക് റോൾ ഇങ്ങനെ? റാങ്ക് റോൾ മാറ് ഗൈസ്. ഐ തിങ്ക് ഐ ട്രാപ്പ്. ട്രാപ്പാണ്. ഒരു റാങ്ക് റോൾ എടുത്തോണ്ട് ശ്രദ്ധിച്ച എൻ്റെ 300 കയറായി. അപ്പോൾ ആൾ പറഞ്ഞത് ശരിയാണ്. ആറ് സീരിയസ് ആയിനോ? ഞാൻ അവിടെ എത്തിയതാണ്. അവിടെ നിന്ന് വീട് ഫൈനലി ഫിനിഷ്ഡ്. ഐ ഫിനിഷ് 300K ഐലൻഡ് ചാമ്പ്യൻ. നമുക്ക് ചാവാൻ. നമുക്കിനി ഞാൻ ബോട്ടും കൊണ്ട് വീണ്ടും പോകാനൊന്നും എനിക്ക് പറ്റില്ല. നമുക്കിനി ഇവിടെ റിസോർട്ട് നോക്കണ്ടേ? റിസോർട്ട് ഇനി നമ്മുടെ മറ്റൊന്ന് ചിലപ്പോൾ 300K ഉണ്ടാവും കേട്ടോ. മറ്റേ ഇവിടെ പൈസ എടുക്കുന്ന എത്രയാണ്? ഓൾമോസ്റ്റ് 1 മില്യൺ. 1 മില്യൺ എത്തി. 1 മില്യൺ നെറ്റ്പുറത്ത് 1 മില്യൺ എത്തി. നമുക്ക് 1 മില്യൺ AFK ചെയ്യാം. 1 മില്യൺ വരെ. ഓക്കെ, നൗ ദിസ് ഷുഡ് ബി 1 മില്യൺ ഓൾമോസ്റ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ ചാടിക്കൊണ്ടിരുന്നു നമ്മൾ 1 മിനിറ്റ്. ഓക്കെ 1 മില്യൺ ഗൈസ്. 1 മില്യൺ boys, ladies and gentlemen, I reached 1,668,000 rupees. അല്ല ഡോളേഴ്സ് തന്നെയാണ്. എനിക്ക് പീസ് ഓർമ്മ അറിയില്ല. അമേരിക്കൻ ആണോ ഇതുണ്ടാക്കി? എനിക്ക് ഓർമ്മയില്ലെന്നല്ല, എനിക്ക് അറിയില്ല. നമുക്ക് എയർപോർട്ടിൽ പോകാം. അതൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്താൽ പറ്റില്ല. നമ്മൾ എയർപോർട്ടിൽ പോകാം. ഓക്കെ, ലൂഫിയുടെ സ്കിൻ ഞാൻ മാറ്റണം. ഞാൻ വെറുതെ ഇട്ടാട്ടെ. എനിക്ക് എൻ്റെ മറ്റേ സ്കിൻ ഇപ്പോഴും ഉണ്ട്. ഞാൻ മറ്റേ കുറേ ആക്സസറീസുള്ള 2 തൊപ്പിയുള്ള സ്കിന്ന് അതെപ്പോഴും എനിക്കുണ്ട്. എൻ്റെ മെയിൻ സ്കിന്ന് അത് ലൂഫിനെ ട്രൈ ചെയ്താൽ. അപ്പോൾ നമുക്ക് ഞാൻ എയർപോർട്ട് ഫിനിഷ് ചെയ്യാം. ഇതാണ് ഈ ഗോൾഫ് കാർട്ടിൻ്റെ പ്രശ്നം. ദിസ് ഈസ് ദ പ്രോബ്ലം ഓഫ് ദ ഗോൾഫ് കാർട്ട്. നമ്മൾ ഇന്നലെ കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. ബൈ റോഡ് നമുക്ക് എയർപോർട്ട് ബസ് ചെയ്യും. ബീപ്പ് വെഹിക്കിൾ ഇവിടെ എടുക്കണ്ടേ ഇപ്പം തന്നെ പൈസ. നമ്മളെന്താണ് ഇവിടെ കുറേയൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എയർപോർട്ടിൻ്റെ ഇതൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലൊക്കെ ഫിനിഷ് ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മളെന്തൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മയിൽ. ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചാൽ ആൾ വിഷമിച്ചിരിക്കാൻ ചിരിച്ചിരിക്കാൻ. അവിടെ നിന്ന് ചോദിച്ചാൽ ആൾക്ക് ഇത് ഇഷ്ടമല്ല. ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ നിലത്താ ഇവിടെ ഒന്നും കാണാനില്ല. അവിടെയൊന്നും കാണാൻ പറ്റില്ല. ഇന്നലെ ഇത് പറഞ്ഞിരിക്കാനില്ല. ഇപ്പം അത് ശരിയായി. ഓക്കെ, നമുക്കിനി ഇവിടെ തൊട്ട് 75K, ഓൾമോസ്റ്റ് 100K. I have 1 million guys. 1 million. ഇവിടെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ പോവാൻ അങ്ങോട്ട് അപ്പുറത്ത് കൂടെ ഇറക്കുവാലും. ഇത് ഓട്ടോമാറ്റിക് ആയി തോന്നുന്നു. ഇതല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായി സൂപ്പർമാൻ്റെ പോലെ. സൂപ്പർമാൻ്റെ പോലെ റോഡ് അങ്ങോട്ട് പോകുന്ന റോഡല്ല. ഞാൻ എയർപോർട്ട് ഫിനിഷ് ചെയ്യാൻ ടാക്സി വേ. ഇവിടെ ഒരു ടാക്സി വേ. ഇവിടെ ഒരു റൺവേ ഞാൻ പ്ലെയിനുകളൊക്കെ പറഞ്ഞു. പ്ലെയിനുകളൊന്നും വരുന്നില്ലല്ലോ. അത് കച്ചിനെങ്കിൽ ആക്കിക്കൂടെ ഗെയിമേ. ഇവിടെ ഒരു ടർമാക്ക് എന്നിട്ട് കാണുന്ന എനിക്കറിയില്ല. ടർമാക്ക്
അവിടെ കുറേ അതൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ പ്ലെയിനുകളൊന്നും ഇപ്പോൾ വാങ്ങില്ല. നമ്മൾ റിച്ച് ആകുമ്പോൾ പ്ലെയിനുകളൊക്കെ വാങ്ങുള്ളൂ. ഈ പ്ലെയിനൊന്നും നമ്മൾ വാങ്ങാൻ പൈസ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് നമ്മൾ ഗെയിം തീർക്കണ ആ സമയത്ത് നമുക്ക് എല്ലാം എടുത്ത് എല്ലാം വാങ്ങാം. എല്ലാ കാറും മാറ്റും മറിച്ചൊക്കെ എടുത്ത് വാങ്ങാം. ഫസ്റ്റ് നമുക്കിവിടെ കുറേയൊക്കെ അത് ഉണ്ടാക്കാം. പിന്നെ അതിൽ യൂട്യൂബേഴ്സിനൊക്കെ റോബോട്ട്സ് ഉണ്ട് വലിയ വലിയ, അവർക്കൊക്കെ ഈസി ആയിരിക്കും ഗെയിം. എനിക്കൊക്കെയാണ് ഹാർഡ്. ഇതൊക്കെ ലൂഫിയുടെ സ്കിൻ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യും. വയറുണ്ട് എനിക്കുണ്ട് ഒന്നാണ് എന്താ ഞാൻ ഇങ്ങനെ ആക്കിയത്. ഈ ആറ്റൊക്കെ എനിക്ക് വെറുതെ കിട്ടിയതാണ്. ഏതൊക്കെ ആണെങ്കിൽ ഞാൻ കൊമ്പെടുത്തോ ശരിക്കും ലൂഫിയുടെ ആറ്റ ഹാങ് കണ്ട ബൈക്ക് I don't know guys. I don't know. 50,000 രൂപയല്ലേ വാങ്ങിച്ചേക്കാം. നമുക്ക് പ്ലെയിൻ വർത്താം, പ്ലെയിൻ വർത്തണം. എനിക്ക് ഇതൊക്കെ ഫ്രീ നമുക്ക് പ്ലെയിൻ വർത്താം. ഇപ്പോൾ തന്നെ പ്ലെയിൻ വർത്തി നമുക്ക് ഇങ്ങോട്ടേക്ക് പ്ലെയിൻ വർത്താൻ വീണ്ടും അങ്ങനെ ഒന്ന് ടാക്സി വേണം. എൻ്റെ ഒട്ടും പൈസ പോയിട്ടില്ല. ഇത് ഞാൻ എപ്പോഴും 812 അതുണ്ട്. ഡേട്ട് പാത്തുണ്ട് ഞാൻ ടാക്സി വേ ഡേട്ട് പാത്ത്. നമുക്ക് ഇനി പ്ലെയിൻ പറത്താം. പ്ലെയിൻ നമ്മൾ പറത്തി നമുക്കൊരു പ്ലെയിൻ വന്നൊക്കെ ഇവിടെ ഉണ്ടായി. അവിടേക്ക് പോകണം. അവിടെ പോയാൽ ബോറടിക്കും. നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കാണ്ടിരിക്കാനാണ് പരമാവധി ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്ലെയിൻ പറത്താം. പ്ലെയിൻ പറത്താം. ലെറ്റ്സ് ഗോ. ഏതെങ്ങനെ പറത്താം എൻ്റെ പൊന്നു. എന്തോടെ പറക്കണില്ല ഇത്. ഓക്കെ എൻ്റെ പൊന്നു, ഇത് പിടിച്ചു. എൻ്റെ പൊന്നു എൻ്റെ പൊന്നു. നമ്മളും ഒരു എൻ്റെ പൊന്നു അടിച്ചിട്ട് ഞാൻ വിളിക്കാം. അപ്പോൾ ഇപ്പോൾ വന്നിട്ടാ പോവാങ്ങില്ല. നമുക്ക് പ്ലെയിൻ പറത്തിയിട്ട് എയർപോർട്ട് ഫിനിഷ് ചെയ്ത് എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറയാനായിട്ടത് റിസോർട്ടിൽ. നമുക്കത് ചെക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് അവിടെ ഒരു ഡേട്ട് പാത്ത് വാങ്ങിയിട്ട് എന്ത് അതങ്ങ് അറിഞ്ഞു. ഓറ കണ്ട കൈസ്, ഓറ പ്ലെയിനിൻ്റെ കൂടെ ഞാൻ നിന്നു. ഓറ പ്ലെയിൻ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒന്ന് ഇറങ്ങിയാൽ മതി ചേട്ടാ. ഓക്കെ, ഈ ഡേട്ട് പാത്ത് എന്തിനാണ്? ഓ വില്ലാണോ? മിലിറ്ററി ബേസോ ഹെലിപ്പാഡ് 6 മില്യൺ റഗ്ഗഡ് പവർ. ഇതൊന്നും എനിക്ക് വാങ്ങാൻ പറ്റാത്ത നെറ്റില്ല. നെറ്റ് ഒന്നും ഓർമ്മ എനിക്ക് പൈസ ഉണ്ടായില്ല. അതാണ് പ്രശ്നം. പൈസ ഉണ്ടായില്ല. നെറ്റിന് പോകുന്നില്ലല്ലോ, പൈസ ഇല്ല. അതാണ് പ്രശ്നം. അയ്യോ, എൻ്റെ പ്ലെയിൻ ചതഞ്ഞു പോയി. അവിടെ പ്ലെയിൻ വാട്ട് ഈസ് ദാറ്റ് ഓവർ ദർ? എന്നിട്ട് ഇവിടെ മനസ്സിലാവുന്നത് എന്നിട്ട് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. എൻ്റെ പൊന്നോ വൈറോഡ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ റിസോർട്ടിൽ പോവാം. ചത്തേ ഇവിടെ എന്തിട്ട് റാഗ്ഡോളാണ് ഇതിൽ. റാഗ്ഡോൾ എൻ്റെ പൊന്നോ 300 രൂപയായുള്ളൂ ചേട്ടാ. ഓൾമോസ്റ്റ് 1 മില്യൺ. മതി 1 മില്യൺ ആക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബൈ ഹോൾവേ. അത് ഫിനിഷ് ചെയ്യാം. മുമ്പ് ഫിനിഷ് ചെയ്യാം. പൂൾ ഏരിയ, പൂൾ വാട്ടർ. എൻ്റെ പൊന്നോ സീന്. ലക്ഷറി ട്രീസ്, ലൈറ്റിങ്. അവിടെ ലിവിനിങ് എന്തിട്ട് സീറ്റിങ്. പ്ലാന്റ്സ് പിന്നെന്തിട്ടുള്ള പൂള് സ്ലൈഡൊന്നുമില്ലേ? ഉണ്ടാവുമായിരിക്കും. ഇല്ലാണ്ടേക്കില്ലല്ലോ.
ഓക്കെ, നമ്മൾക്ക് നമ്മുടെ പൈസയൊക്കെ തരും. ഇവിടെ മൊത്തം പൈസ തരും. 5000 വോൾട്സ് ആറ്റിയോ. ലോഞ്ച് സ്റ്റേഷൻ, ലഞ്ച് സ്റ്റേഷൻ. സെക്കൻഡ് ഫ്ലോറ് ലൈറ്റ്നിങ്, സോഡ ഡിസ്പെൻസർ, ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റേഷൻ, കോഫി മെഷീൻ. സെക്കൻഡ് ഫ്ലോറിക്ക് പോകാൻ പറ്റുമോ? അതേപോലെ സ്റ്റേഴ്സ് നോക്കിയുള്ളത്. ഓക്കെ, റെയിലിങ്, സീറ്റിങ്, സപ്പോർട്ട്സ്. പിന്നെ എന്നിട്ടുള്ള ഇവിടെ ഒന്നുമില്ല. മുകളിലേക്ക് പോവാൻ ഇത്രയുള്ളൂ. കഴിഞ്ഞ അവിടെ എന്തൊക്കെ ഉണ്ടല്ലോ. ഹാൾവേ, കാർപ്പറ്റ്, റൂം, ഫർണിച്ചർ, റൂം സർവീസ്, ഗോൾഡൻ ടിപ്പ് ചാറ്, റിച്ചാകുമ്പോൾ പൂൾ സൈഡ് റൂം, ഫർണിച്ചർ, റൂം സർവീസ്, ടിപ്പ് ചാറ്. എന്നിട്ട് ലൈറ്റ്നിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ലൈറ്റ്നിങ് സ്ട്രൈക്ക് ഓർമ്മയാണ്. മിന്നൽ. ഓക്കെ, ബൈ ഫർണിച്ചർ, സർവീസ്, ഗോൾഡന്, പൂൾ സൈഡ് റൂം. എന്തൊരു പൂൾ സൈഡ് റൂമാണ്. എല്ലാവരും സന്തോഷമായി ഇവിടെ നിൽക്കും. ലൈറ്റ്നിങ്, റൂം സർവീസ്, ഗോൾഡൻ ടിപ്പ് ചാറ്. ഇവിടെ എന്നിട്ട് സ്യൂട്ട് റൂം, ഫർണിച്ചർ, ലൈറ്റിങ് ഉണ്ട്. ഞാൻ വായിക്കാൻ പറ്റുന്ന മനസ്സിലായി. ഓക്കെ, ഗോൾഡൻ ടിപ്പ് ചാറ്. റോബിച്ചില്ല ട്രെയിൽ പൈസ കൊടുക്കുന്നുണ്ട്. ബൈ ഫർണിച്ചർ. എൻ്റെ മോനെ വ്യൂ നോക്ക്, കടലിലേക്കുള്ള വ്യൂ. ഇവിടുത്തെ എനിക്കൊന്നും കാണാൻ പറ്റില്ല. ലൈറ്റിങ്, ടിപ്പ് ചാറ്, ഗോൾഡൻ ടിപ്പ് ചാറ്. നമ്മുടെ റൂം ഫിനിഷാന്ന് പറയുന്നതാണ്. ഇതുപോലുള്ള ബോയ് വോൾ, ഡോർസ്, എക്സിറ്റ്. ഓക്കെ, നമ്മുടെ റൂംസ് എല്ലാം ഫിനിഷായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ തോന്നുന്നത് ഫിനിഷായിട്ടുണ്ടാവും. ഇവിടെ എന്നിട്ട് സെക്കൻഡ് ഫ്ലോർ ഉണ്ട്. ഇനി ദൈവമേ, എൻ്റെ പൈസ മാത്രം കളയാൻ വേണ്ടി ഡെക്കറേഷൻ. എന്നിട്ട് സോഫയാണ് ഡെക്കറേഷൻ. അത് ഇരിക്കാമല്ലോ. നല്ല സുഖം. അയ്യാ. ഓക്കെ, ഇവിടെ എന്നിട്ട് കാർപ്പറ്റ്, വോൾസ്, ബൽക്കണി, ഫർണിച്ചർ, ലൈറ്റിങ്, സർവീസ്, ഗോൾഡൻ ടിപ്പ് ചാറ്. പൈസ ചെയ്യാറായി. ഉണ്ടാവില്ല നമുക്ക്. ഫർണിച്ചറിന് വരുമ്പോൾ ബാൽക്കണി ഫർണിച്ചറാണ്. എനിക്ക് മനസ്സിലാണ് ഗൈസ്. എന്തിട്ടത് ഗോൾഡൻ ടിപ്പ് ചാറ്. പൈസ വാരി എറിയാണ്. ഇപ്പം 1 മില്യൺ ഉണ്ടായിരുന്നു. 195 രൂപയായി. ഇത് ഫിനിഷ് ചെയ്യാൻ നമുക്ക് ചെയ്യാം. ഫർണിച്ചർ. ആൾക്കാർ വന്ന് തുടങ്ങി. ലൈറ്റിങ്, ഗോൾഡൻ ടിപ്പ് ചാറ്, ബാൽക്കണി. എൻ്റെ പൈസ എപ്പോൾ തരും? എൻ്റെ പൈസ 20,000. ഇവിടുന്ന് പൈസ കയറും. അപ്പോൾ നമുക്ക് നട്ടിക്ക് പോയിട്ട് വാങ്ങാം. ഇങ്ങനെ വാങ്ങി വെച്ചേക്കാം. ശരി, ഇത് മൊത്തം കളഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ പൈസ. എനിക്ക് നല്ല പൈസ കൂടി ഉണ്ടാവും. കാരണം ഗോൾഡൻ ടിപ്പ് ചാറും പിന്നെ റൂം സർവീസൊക്കെ ഉള്ളതുകൊണ്ട് പൈസ കൂടിയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് എന്തൊരു ലക്ഷറിയാണ് നോക്കണേ. ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇങ്ങനത്തെ. ഈ അറ്റ്മോസ്ഫിയർ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ടായാലും അന്ന് അവിടെ മാത്രം ലൈറ്റ് ഉണ്ടായുള്ളൂ. ഇവിടെയൊക്കെ 250K വന്നുള്ളൂ. റിയലി ബ്രോ? ആർ യു സീരിയസ് റൈറ്റ് നൗ? ഇത്ര പൈസ എനിക്ക് കിട്ടിയുള്ളൂ. റൂമൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതൊന്നും. കുഴപ്പമില്ല. എനിക്ക് റൂമൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് എൻഡ് ചെയ്യാൻ. ഞാൻ ഇന്നത്തെ അത്ര ലോങ് ആക്കാൻ നോക്കുന്നില്ല. എന്നാൽ ഞാൻ പരമാവധി ലോങ് ആക്കാൻ നോക്കി. ഇന്ന് അത്ര ലോങ് ആക്കാൻ നോക്കുന്നില്ല. ഇന്ന് നല്ല ലോങ്ങായി. ഞാൻ OBയുടെ കാര്യം നല്ല ലോങ് ആയില്ല എനിക്ക്. നല്ല ലോങ്ങായി. എന്തുകൊണ്ട് ലോങ്ങായി എനിക്ക് ഓർമ്മ തോന്നുന്നു. ഫർണിച്ചറും ലൈറ്റിങ്, റൂം സർവീസ്, ടിപ്പ് ചാറ്, അച്ചാറാണിത്, ഫർണിച്ചർ, ലൈറ്റിങ്.
ഗോൾഡൻ ടിപ്ചർ എനിക്കത് കാണത്തില്ല. ഡെക്കറേഷൻസ് നമ്മൾ മഴ പെയ്താൽ തലയ്ക്ക് മുകളിനെ കുറിച്ച് ഇത് ഞാൻ നോക്കിയിട്ടുണ്ടോ മോളിക്ക് നോക്കുമ്പോൾ? ഉണ്ട്, ഞാൻ വെച്ചിട്ടുണ്ടാവില്ല. റൂഫിന് പൈസ ഇല്ല പൈസ, റൂഫിനുള്ള പോലും പൈസ എനിക്കില്ല. ഞാൻ പൂവർ എല്ലാ പൈസയും നിങ്ങൾ. ഓക്കെ, നമുക്ക് ആദ്യം കൂടെ ഫിനിഷ് ചെയ്ത് നമുക്ക് വീഡിയോ ഫിനിഷ് ചെയ്യാം. 94 ഏതൊക്കെ കുറവായിട്ട് കിട്ടണം, നേരത്തെ കുറവ്. ഓക്കെ, നമുക്ക് ഇതും കൂടി വന്നിട്ട് നമുക്ക് വീഡിയോ ഫിനിഷ് ചെയ്യാം. മെസ്സേജ് കൂടുതലാ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബൈ ഗൈസ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.